മോഷണൽ ഇ എം എഫ് യൂസിങ് ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ വഴി എങ്ങനെയാണ് നമ്മൾ മോഷണൽ ഇ എം എഫിനെ ഡിറൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, ശരി മക്കളെ. നോക്ക് മക്കളെ, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഇവിടെയാണെങ്കിൽ ഒരു നമ്മുടെ റെയിലുണ്ട്, ഇവിടെയാണെങ്കിൽ നമ്മുടെ കണ്ടക്ടറുണ്ട്, അതിൻ്റെ ലെങ്ത് എല്ലാണ്. സോ ഈ ലെങ്തും എല്ലായിരിക്കും. സോ ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? എക്സ് ആണ്. ഓക്കെ ആണോ? നമുക്കറിയാം ഇതിനകത്തുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ഡിവൈഡ് ബൈ ഡി ടി ആണ് അല്ലേ? നമുക്ക് ഈ ഫൈക്ക് പകരം പറയാം ബി ഡോട്ട് എ എന്ന് പറയാം. ഫൈക്ക് പകരം എന്ത് പറയാം? ബി ഡോട്ട് എ എന്ന് പറയാം. സോ ഇക്വേഷൻ എങ്ങനെ മാറും? മൈനസ് നമ്മൾ അതുപോലെ എഴുതി മാറ്റി എഴുതാം. ഇക്വേഷൻ കൊണ്ട് മാറ്റി എഴുതാം. സോ മൈനസ് നമ്മൾ അതുപോലെ എഴുതി. ഡി ഫൈക്ക് പകരം എന്ത് പറയണം? ബി ഡോട്ട് എ എന്ന് പറയാം. ബി ഡോട്ട് എ ഡിവൈഡ് ബൈ എന്തുണ്ട് മക്കളെ? ഡി ടി ഉണ്ട്. ഇനി ഈ ബി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ കാര്യം എന്താണ്? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി കോൺസ്റ്റൻ്റ് അല്ലേടാ? ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി അതുപോലെ എഴുതി ഡിവൈഡ് ബൈ ഡി ടി എഴുതി. നമുക്ക് ബി എന്ത് ചെയ്യാം മക്കളെ? ബി എന്ത് ചെയ്യാം? കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്ത് കൊണ്ടുവരാം. ഓക്കെ, മൈനസും കിടപ്പുണ്ട്. സോ ഡി എ എന്ന് കിട്ടി. ഇനി നോക്ക്, ഇവിടെയാണെങ്കിൽ ഇവയ്ക്ക് ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആക്ട് ചെയ്യുന്നേ? ഇൻ ടു ദ പ്ലെയിൻ. ഏരിയ എങ്ങനെയാണ്? അതേ ഡയറക്ഷനിലാണ് ഏരിയ. ശരിയാണോ? ഏരിയ എന്ന് പറഞ്ഞാൽ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്ക്, ഇവിടെയാണെങ്കിൽ ഞാൻ വരച്ച് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലൂപ്പ്. കണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്. ബി ഇങ്ങനെയാണ്. ഏരിയ എങ്ങനെ തന്നെയാണ്? അതിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഏരിയയും. സോ ഇവിടെ ബി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ ബി എ കോസ് തീറ്റയാണ്. തീറ്റ എത്രയാണ്? പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് തീറ്റ 0 ആയി പോകും. 90 അല്ല, ഇവിടെ തീറ്റ എത്രയാണ്? സെയിം ഡയറക്ഷനിലാണ്. ഏരിയയും ബിയും സെയിം ഡയറക്ഷനിലാണ്. സോ ബി എ കോസ് 0 എന്ന് പറയും. കോസ് 0 എത്രയാണ്? 1 ആണ്. സോ എന്താണ് മക്കളെ? ഇത് ബി എ തന്നെയാണ്. സോ ബി ഡോട്ട് എ എന്താണ്? ബി എ തന്നെയാണ്. ഓക്കെ ആണോ? ശരി. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ വിച്ച് ഈസ് ഈക്വൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും മാറ്റി എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ബി നമ്മൾ അതുപോലെ എഴുതി. ഡി ഏരിയയ്ക്ക് പകരം പറഞ്ഞു ലെങ്ത് ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ ഡി ടി. ഇത് നമുക്ക് ലെങ്ത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ആരാ ചേഞ്ച് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് വി എന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ എക്സ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ല് മാറുന്നുണ്ടോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ബി എല്ലും പുറത്തെടുത്തു. ഇനി ആരുണ്ട്? ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി. നോക്ക്, ഈ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി എന്താണ്? ഈ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ്. ഇതൊക്കെ ലെങ്ത്, ഇത് നമ്മുടെ കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലടാ എക്സ് എന്ന് പറയണത്. കണ്ടക്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതെന്താണിത്? ഇത് ആക്ട് ആസ് എ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം എന്താണത്? വെലോസിറ്റി ആണ്. സോ ഇത്രയും ഭാഗം എന്താണ്? വെലോസിറ്റി ആണ്. അപ്പോൾ ഈ മൈനസ് സൈൻ എന്താണ്? കാര്യം വെലോസിറ്റി ബാക്കിലേക്കാണ്. സോ ഇതെന്താണ്? വെലോസിറ്റി ആണ്. നമുക്ക് വെലോസിറ്റിക്ക് വരെ സ്പീഡെന്നും പറയാം. അപ്പം നെഗറ്റീവ് സൈൻ ആവശ്യമില്ലല്ലോ. കാര്യം ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ്. അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. സോ നമുക്ക് ഡയറക്ഷൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ വെലോസിറ്റി എന്താണ്? മൈനസ് വെലോസിറ്റി ആണ്. കാര്യം ബാക്കിലേക്ക് ഇത് പോയതുകൊണ്ട് മൈനസ് വി എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ നമുക്ക് സ്പീഡ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബി എൽ അതുപോലെ എഴുതി മൈനസ് ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറയാം എന്താണ്? വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ സ്പീഡാണ്. ആക്ച്വലി സ്പീഡാണ്. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ സ്പീഡാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇത്രയും ഭാഗത്തിന് പകരം വെലോസിറ്റി എന്ന് പറയാം. ബി എൽ വി എന്ന് പറയാം. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് മോഷണൽ ഇ എം എഫ്. സോ മോഷണൽ ഇ എം എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ബി എൽ വി. ബി എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. എൽ എന്താണ്? കണ്ടക്ടറിൻ്റെ ലെങ്ത്. വി എന്താണ്? കണ്ടക്ടറിൻ്റെ സ്പീഡ്. കണ്ടക്ടറിൻ്റെ സ്പീഡ്. ഓക്കെ ആണോ? സോ ഇങ്ങനെയാണ് നമ്മൾ മോഷണൽ ഇ എം എഫ് വളരെ സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്യുന്നത്. ഇനിയും ഡെറിവ് ചെയ്യാൻ കഴിയും. മോഷണൽ ഇ എം എഫ് വ്യത്യസ്ത രീതിയിൽ ഡെറിവ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ, NCERT ടെക്സ്റ്റിൽ തന്നെ 2 രീതിയിൽ ഡെറിവ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ രീതി നോക്കാം. എങ്ങനെയാണ് മോഷണൽ ഇ എം എഫ് മറ്റൊരു രീതിയിൽ ഡെറൈവ് ചെയ്യുന്നത്? സെയിം കോൺസെപ്റ്റാണ്, പക്ഷേ വേറെ രീതിയിൽ ഡെറൈവ് ചെയ്യും. കാണിച്ചു തരാം.
സോ ഇതാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ്. അത് എങ്ങനെയാടാ? നിങ്ങൾ പറയും സർ അത് ഇൻ ടു ദ പ്ലെയിൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇനിയാണെങ്കിൽ നമ്മുടെ റോഡാണിത്, കുറച്ച് വലുതായിട്ട് വരയ്ക്കാം. റോഡാണിത്. റോഡിന് ധാരാളം ഇലക്ട്രോൺസ് ഉണ്ട്. ധാരാളം എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ധാരാളം ഇലക്ട്രോൺസ് ഉണ്ട്. ഞാൻ ഇതിനെയാണെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുകയാണ്. യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഈ ചാർജുകൾ എന്ത് ചെയ്യും? യൂണിഫോം മോഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ശരിയാണോ? അതെല്ലാം ഇങ്ങോട്ട് യൂണിഫോം മോഷനിൽ വരാൻ പോവുകയാണ്. അപ്പോൾ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു തന്നേ, നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. കണ്ടോ? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഫോഴ്സ്. യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. അതായത് ഇവിടെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സ്. സോ ആരും ഈക്വൽ ആയിരിക്കണം. ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും ഇതായിരിക്കണം മക്കളെ, ഈക്വൽ ആയിരിക്കണം. അതാണ് നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് QE വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ എവിടുന്നാണ് E വന്നത്? കണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് വന്നത്? ഞാനിവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലല്ലോ. ഈന്ന് എങ്ങനെയാണ് എഴുതിയത് മക്കളെ? ഈ ചാർജിനകത്താണെങ്കിൽ കറണ്ട് ഒഴുകുന്നില്ലേ? ഇവിടെ കറണ്ട് ഒഴുകും. കറണ്ട് എങ്ങനെയാണ് ഒഴുകുന്നത്? കറണ്ട് എപ്പോഴും ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് ഒഴുകും. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കറണ്ട് എപ്പോഴും എന്ത് ചെയ്യും? ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. സോ ഈ ഇലക്ട്രോൺ ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യും. ആ ഇലക്ട്രോണിൻ്റെ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് കറണ്ട് എന്ന് പറയുന്നത്. ശരിയാണല്ലോ? ഇലക്ട്രോൺ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ആ ഇലക്ട്രോണിൻ്റെ ഫ്ലോയെ വിളിക്കുന്ന പേരെന്താണ്? കറണ്ട്. ഇനി ശ്രദ്ധിച്ചിരിക്കണം. ഇവിടെയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് കറണ്ട് ഒഴുകും നോക്കാം. നോക്ക്, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്. പ്ലെയിൻ്റെ അകത്തേക്കാണ്. ഫോർ ഈ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലെയിൻ്റെ ഉള്ളിലേക്കാണ് ഇതെന്ന് പറയണത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി വെലോസിറ്റി എങ്ങോട്ടാണ് പോണേ? വെലോസിറ്റി ഇങ്ങോട്ടാണ് പോണത്. ശരിയാണോ? മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ, വെലോസിറ്റി നിങ്ങൾ റൈറ്റ് ഹാൻഡ് എടുക്കുക. ഇൻ ടു ദ പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി എങ്ങനെയാണ്? ഇങ്ങോട്ടാണ് വെലോസിറ്റി. സോ കറണ്ട് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? താഴോട്ട്. കറണ്ട് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നേ? താഴോട്ട്. കറണ്ട് താഴേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? മുകളിലേക്ക്. ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? കണ്ടോ? കറണ്ട് ഒഴുകുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ ആണോ? സോ കറണ്ട് ഒഴുകുന്നത് എങ്ങനെയാണ്? താഴേക്കാണ്. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോവർ പൊട്ടൻഷ്യലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്കാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. സോ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലേ മക്കളെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. കണ്ടക്ടറിൻ്റെ അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് കറണ്ട് ഒഴുകുന്നത്. കറണ്ട് എപ്പോഴും ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് ഒഴുകും. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജാണ്. നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോവർ പൊട്ടൻഷ്യലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്ക്. ഓക്കെ ആണേ? ശരി. ഇനി നോക്ക്, ഇവിടെയാണെങ്കിൽ നിങ്ങൾക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. മക്കളെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് എങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ ഇതിൻ്റെ ലെങ്ത് L ആണെന്ന് കരുതിക്കോ. ലെങ്ത് എത്രയാണ്? L ആണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിൻ്റെ ലെങ്ത് L ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ ലെങ്ത്, അതായത് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. സോ ഇലക്ട്രിക് ഫീൽഡ് E വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം? V ഡിവൈഡ് ബൈ L. സോ ഇതിനകത്ത് കറണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്തുണ്ട്? ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഈ ചാർജിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സാണ് എഴുതിയിരിക്കുന്നത്. ഈ ഫോഴ്സ് നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. യൂണിഫോം മോഷനാണ് കണ്ടക്ടർ മൂവ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആണ്. നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇതിൽ ആക്ട് ചെയ്ത 2 ഫോഴ്സുകൾ കാണും. ഒന്ന് മാഗ്നറ്റിക് ഫോഴ്സ് കാണും. എത്രയാണ്? QVB അല്ലേ? QVB മാഗ്നറ്റിക് ഫോഴ്സ് ആണ്. അതുപോലെ QE ഇലക്ട്രിക് ഫോഴ്സ് ആണ്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ് നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയതും ബോഡി എന്ത് ചെയ്തത്? യൂണിഫോം മോഷനിൽ അല്ലെങ്കിൽ ചാർജ് യൂണിഫോം മോഷനിൽ ഇങ്ങോട്ട് നീങ്ങിയത്. ഓക്കെ ആണോ? ശരി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആരെ ക്യാൻസൽ ചെയ്യാം? ക്യൂവിനെയും ക്യാൻസൽ ചെയ്യാം. ഇത് നമുക്ക് ഇക്ക് പകരം പറയാം എന്ത്? V ഡിവൈഡ് ബൈ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ലെങ്ത് എന്ന് പറയാം. ആക്ച്വലി പൊട്ടൻഷ്യൽ എന്താണ്? ഈ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ EMF ആണ് അല്ലേ? ഈ പൊട്ടൻഷ്യൽ ആരാണ്? EMF ആണ്. നല്ല രീതിയിൽ എഴുതാം. EMF ആണ്. പൊട്ടൻഷ്യൽ ആരാണ്? EMF ആണ്. ഡിവൈഡ് ബൈ ലെങ്ത് വിച്ച് ഈസ് ഈക്വൽ ടു BV. ഈ V എന്താണ്? വെലോസിറ്റി. ഇതെന്താണ്? EMF. ഓക്കെ ആണേ? സോ EMF നമുക്ക് അങ്ങനെ എഴുതാം. EMF ഡിവൈഡ് ബൈ EMF ഡിവൈഡ് ബൈ ലെങ്ത് വിച്ച് ഈസ് ഈക്വൽ ടു BV. ഇനി EMF ആണോ കണ്ടുപിടിക്കേണ്ടത്? EMF വിച്ച് ഈസ് ഈക്വൽ ടു BLV. സിമ്പിൾ അല്ലേ മക്കളെ?
ഇവിടെ നമുക്ക് ആരെ കിട്ടി? EMFൻ്റെ വാല്യൂ കിട്ടി. കണ്ടോ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചാർജിൻ്റെ മോഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇത് ഡെറൈവ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ച രീതിയിൽ സിമ്പിളായിട്ട് ഇത് ഡെറൈവ് ചെയ്യാനും കഴിയും. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. കുഞ്ഞിക്കാര്യമല്ലേ? ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ റോഡ് എന്ത് മോഷനാണ് കാണിക്കുന്നത്? ഈ റോഡാണെങ്കിൽ യൂണിഫോം മോഷൻ കാണിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകും മക്കളെ? ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, അതുപോലെ കറണ്ടും ഉണ്ടാകും. ഈ റോഡിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R ആണെന്ന് കരുതിക്കൂ. റോഡിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? R ആണ്. സോ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു BLV ഡിവൈഡ് ബൈ R. സോ ആരുടെ വാല്യൂ കിട്ടി? വെട്ടി വരച്ചിട്ട് വേണം. I വിച്ച് ഈസ് ഈക്വൽ ടു BLV ഡിവൈഡ് ബൈ R. R എന്താടാ? ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. കേട്ടോ, കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ വാല്യൂ കിട്ടി. ഇതിവിടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ കിട്ടി. എത്രയാണ്? കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കെന്ത് കിട്ടി? BLV ഡിവൈഡ് ബൈ R എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. കുഞ്ഞിക്കാര്യം. ഇനി നമ്മൾ ഡെറൈവ് ചെയ്യാനുണ്ട്. നോക്ക്, അടുത്ത് നമ്മൾ എന്താ ഡെറൈവ് ചെയ്യാൻ പോണേ? അടുത്താണ് ഫോഴ്സ് റിക്വയർഡ് ടു മൂവ് ദ റോഡ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്പീഡ്. സോ ഇവിടെയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡാണ്. B എന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അത് ഇൻടു ദ പ്ലെയിൻ ആണ്. ഇനിയാണെങ്കിൽ ഇവിടെ നമ്മളുടെ ഫ്രെയിം ഉണ്ട്. ഇനി ഇവിടെ നമ്മളുടെ റോഡുണ്ട്. നമ്മുടെ റോഡാണ്. ഈ റോഡിനെ ഞാൻ V എന്ന വെലോസിറ്റിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇത് യൂണിഫോം വെലോസിറ്റിയാണ്. സോ യൂണിഫോം വെലോസിറ്റി പ്രത്യേകം എന്താണ്? നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഉറപ്പായിട്ടും ഈ ബോഡിയിലേക്ക് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ബോഡിയിലേക്ക് എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. എന്താണ്? ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. സോ ഇത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെങ്കിൽ ശരിയാണോ? ഇതിലൂടെ കറണ്ട് കടന്ന് ഒഴുകി പോകുന്നുണ്ട്. ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉറപ്പായി എന്ത് ചെയ്യും? ഇതിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യും. ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ILB എന്നാണ്. I എന്ന കറണ്ട് L എന്ന നീളമുള്ള കണ്ടക്ടറിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്താ ആക്ട് ചെയ്യും മക്കളെ? ഫോഴ്സ് ആക്ട് ചെയ്യും. ശരിയാണോ? സോ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? F വിച്ച് ഈസ് ഈക്വൽ ടു ILB ആണ്. സോ ഈ ഫോഴ്സിന് എതിരെ നമ്മൾ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമുക്കാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യിക്കാൻ കഴിയത്തുള്ളൂ. ശരിയാണോ? സോ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് ഫോഴ്സ് കൊടുക്കണം. ശരിയാണോ? നമ്മൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഫോഴ്സ് കൊടുക്കണം. സോ ഈ മാഗ്നറ്റിക് ഫോഴ്സിന് എതിരെ എന്ത് ചെയ്യണം? മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? അതിനെതിരെ നമ്മൾ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇവിടെയാണെങ്കിൽ നമ്മുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയുള്ളൂ. ഇനി ഇവിടെ നമുക്ക് ഐൻ്റെ വാല്യൂ അറിയാം. നമ്മൾ തൊട്ട് മുന്നേ കേട്ടാണ് I വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ശരിയാണോ? വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF എന്താണ്? BLV ആണ്. സോ BLV ഡിവൈഡ് ബൈ R ആണ്. സോ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഐക്ക് പകരം പറയാം BLV ഡിവൈഡ് ബൈ R. ഇനി എന്തുണ്ട്? L ഉണ്ട്. ഇനി ആരുണ്ട്? V ഉണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കിട്ടും B. ഇനി ആരുണ്ട്? L സ്ക്വയർ. പിന്നെ ആരുണ്ട്? V സ്ക്വയർ ഡിവൈഡ് ബൈ R. നമുക്ക് ആരെ കിട്ടി? ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടി. സോ ഈ ഫോഴ്സിൽ കൊടുത്താൽ മാത്രമേ യൂണിഫോം മോഷനിൽ ഈ ബോഡി അകത്തേക്ക് അല്ലെങ്കിൽ ഈ കണ്ടക്ടർ അകത്തേക്ക് മൂവ് ചെയ്യുകയുള്ളൂ. കാര്യം മനസ്സിലായോ? സോ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു BL സ്ക്വയർ V സ്ക്വയർ ഡിവൈഡ് ബൈ R. R എന്താണ്? റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനിയും നമുക്ക് നോക്കാം. ഇനി ഡെറിവേഷൻ ഉണ്ട്. പവർ ലോസ് ഓർ ഹീറ്റ് ലോസ്. ഉറപ്പായും കണ്ടക്ടറിൽ എന്തുണ്ടാവും? പവർ ലോസ് ഉണ്ടാവും. നോക്ക്, ഇൻഡ്യൂസ്ഡ് EMF ഉറപ്പായിട്ട് നമ്മൾ തൊട്ട് മുന്നേ കേട്ടതാണ്. എന്തായിട്ട്? ഹീറ്റായിട്ട് എന്ത് ചെയ്യും? കറണ്ടിനെ ലോസ് ചെയ്യിക്കും. അതിനകത്തുണ്ടാകുന്ന കറണ്ടിനെ ഹീറ്റായിട്ട്, ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് എന്ത് ചെയ്യും? ഡെസിപ്പേറ്റ് ചെയ്യും. നമ്മുടെ കണ്ടക്ടറാണ്. ഉറപ്പായും ഈ കണ്ടക്ടറിനെ എങ്ങോട്ട് മൂവ് ചെയ്യിക്കണം? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കണം. V എന്ന വെലോസിറ്റി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ ഇതിലൂടെ I എന്ന കറണ്ട് ഉണ്ടാകും. ഈ I എന്ന കറണ്ടിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവും? ഹീറ്റ് ലോസ് ഉണ്ടാവും.
അല്ലെങ്കിൽ പവർ ലോസ് ഉണ്ടാവും. പവർ ലോസ് ഉണ്ടാവും. ശരിയാണല്ലോ. നമുക്കത് കണ്ടുപിടിക്കാം. പവറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ലോസ് ചെയ്ത പവർ, ലോസ് പവർ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? നമുക്കറിയാം പി വിച്ച് ഈസ് ഈക്വൽ ടു വി ഐ ആണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇ എം എഫ് ആണ്. ഐ എന്ന് പറഞ്ഞാൽ ബി എൽ വി ഡിവൈഡ് ബൈ ആർ ആണ്. ഇനി ഇതെന്താണ്? ബി എൽ വി ആണ്. സോ ഇത് ബി എൽ വി ഡിവൈഡ് ബൈ ആർ ആണ്. സോ നമുക്ക് കിട്ടും ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്ന് കിട്ടും. സോ നമുക്ക് ആരെ കിട്ടി? സിമ്പിളായിട്ട് ഇവിടുത്തെ നോക്ക്, ഇത്രയും കറണ്ടാണ്, ഇത് ഇ എം എഫ് ആണ്. സോ ഇ എം എഫിൻ്റെ വാല്യൂ എന്താണ്? ബി എൽ വി. കറണ്ടിൻ്റെ വാല്യൂ എന്താണ്? ബി എൽ വി ഡിവൈഡ് ബൈ ആർ. സോ അങ്ങനെയെങ്കിൽ പവർ ലോസ് വിച്ച് ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ എന്ന് വളരെ സിമ്പിളായിട്ട് കിട്ടും. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. എക്സ്പ്രഷൻ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സോ എമ്മിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്യുകയാണ്. വളരെ സിമ്പിളാണ്. നോക്ക്, നമുക്കാണെങ്കിൽ ഇവിടെയാണെങ്കിൽ 2 കോയിലുണ്ട്. കോയിൽ ഏതൊക്കെയാണ് എന്ന് പറയും സാർ? സിമ്പിൾ. നമ്മുടെ കയ്യിൽ പ്രൈമറി കോയിലുണ്ട് സാർ. ഇത് പ്രൈമറി കോയിലാണ് സാർ. അതിലൂടെ കറണ്ട് കടത്തിവിട്ടായിരുന്നു. I1 എന്ന കറണ്ട് കടത്തിവിട്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് സാറ് പറഞ്ഞു സെക്കൻഡറി കോയിലാണെങ്കിൽ എന്തുണ്ടാവും? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും അല്ലേ? ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡിലൂടെ φ2 ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ശരി. അങ്ങനെ നമുക്ക് നേരത്തെ പഠിച്ച ഇക്വേഷനാണ്. എന്താണ്? φ2 വിച്ച് ഈസ് ഈക്വൽ ടു M21 ഇൻറ്റു I1. പഠിച്ചല്ലേ? നമ്മൾ തൊട്ട് മുന്നേ കേട്ട ഇക്വേഷനാണത്. ഇതിൻ്റെ മീനിങ് എന്താണ്? പ്രൈമറി കോയിലെ കറണ്ട് കൂടുന്നതനുസരിച്ച് സെക്കൻഡറി കോയിൽ എന്തുണ്ടാവും മക്കളെ? ഫ്ലക്സ് ഉണ്ടാകും. സോ പ്രൈമറി കോയിൽ നോക്ക്, പ്രൈമറി കോയിലെ കറണ്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് സെക്കൻഡറി കോയിലെ ഫ്ലക്സും ചേഞ്ച് ചെയ്യും. ഓക്കെ ആണോ? ശരി. ഈ ഇക്വേഷൻ പഠിച്ചതാണ്. എം എന്താണ്? കോ എഫിഷ്യൻ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. മക്കളെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം. യൂണിറ്റ് എന്താണ്? നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M21 വിച്ച് ഈസ് ഈക്വൽ ടു φ2 ഡിവൈഡ് ബൈ I1. യൂണിറ്റ് പറഞ്ഞു തന്നേ. ഫൈ എന്ന് പറയുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. അതിൻ്റെ യൂണിറ്റ് വെബർ എന്നാണ്. എന്താണ്? വെബർ. ഇത് കറണ്ടാണ്, ആംപിയർ. സോ വെബർ പെർ ആംപിയർ. ഇതിനൊരു ചെല്ലപ്പേരുണ്ട്. എന്താണ്? ഹെൻറി. എന്ത് വിളിക്കും? ഹെൻറി. എച്ച് എന്ന് വിളിക്കും. സോ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് എന്താണ്? വെബർ പെർ ആംപിയർ അല്ലെങ്കിൽ ഹെൻറി ആണ്. ഹെൻറി. ഓക്കെ ആണോ? സോ സിമ്പിൾ. ശരി. ഇനി നോക്ക്, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. എന്താണ്? ഈ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം ഓഫ് എന്താണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എമ്മിൻ്റെ എക്സ്പ്രഷൻ വേണം. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ഇല്ലേ? φ2ൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ഇത് നമുക്കറിയാം φ2 വിച്ച് ഈസ് ഈക്വൽ ടു NBA ആണ്. പറഞ്ഞേ, N1 ആണോ N2 ആണോ എഴുതേണ്ടത്? ആലോചിച്ച് പറഞ്ഞേ. φ2 വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ NBA എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കേട്ടതാണ്. N1 ആണോ N2 ആണോ എഴുതേണ്ടത്? നിങ്ങൾ പറയും സാർ സിമ്പിൾ. ഈ φ2 എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി കോയിലിലെ ഫ്ലക്സ് ആണ്. അപ്പോൾ അതിനെ മുറിക്കുന്നത് ആരായിരിക്കണം? സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് ആയിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ആരാ പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൈമറി കോയിലാണ് മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഏത് ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറാണ് പോണത്? സെക്കൻഡറി കോയിലിൻ്റെ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ ആണോ മക്കളെ? സോ സിമ്പിൾ. ഇനി നമ്മൾ പഠിച്ച കണക്ക് ബീൻ്റെ വാല്യൂ കൊടുത്തൂടെ? B1 ഇക്വേഷൻ എന്താണ്? μ0 n. നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? N1 ഡിവൈഡ് ബൈ L ഇൻറ്റു I1. സോ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പ്രൈമറി കോയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അവൻ്റെ ജോലി എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുക. സോ I1 എന്ന കറണ്ട് കടത്തി വിടുമ്പോൾ N1 ടേൺസ് എന്ത് ചെയ്യും മക്കളെ? B1 എന്ന മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് N2 ഏരിയയിലൂടെ കട്ട് ചെയ്ത് A2 ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് എന്തുണ്ടാക്കും? φ2 മാഗ്നറ്റിക് ഫ്ലക്സിനെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ ആണോ? സോ സിമ്പിൾ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ ചേർത്തെഴുതാം. പറഞ്ഞേടാ മക്കളെ, എങ്ങനെ ചേർത്ത് പറയുന്നേ? φ2 വിച്ച് ഈസ് ഈക്വൽ ടു N2 നമ്മൾ അതുപോലെ എഴുതി ഇൻറ്റു B1 എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പറയും സാർ μ0 N1 I1 ഡിവൈഡ് ബൈ L ആണ്. ഇനി ആരുണ്ട് മക്കളെ? A2. സോ ഇതാണ് എന്തെന്ന് പറയണത്? നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. φ2ൻ്റെ സെക്കൻഡ് ഇക്വേഷൻ നേരത്തെ എഴുതിയ ഇക്വേഷൻ തന്നെയാണ് അല്ലേ? നമ്മൾ തൊട്ട് മുന്നേ ഇക്വേഷൻ പറഞ്ഞായിരുന്നു. നമ്മൾ പറഞ്ഞു I മാറുന്നതനുസരിച്ച് I1 മാറുന്നതനുസരിച്ച് ആര് മാറും? φ2 ഇങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് പറഞ്ഞായിരുന്നു. ശരി. ഇനി നോക്കും മക്കളെ, ഇനി ശ്രദ്ധിച്ചിരിക്കാം.
ഞാൻ ഈ ഇക്വേഷൻ നമ്പർ 1ഉം ഈ ഇക്വേഷൻ നമ്പർ 2ഉം ഒന്ന് കമ്പയർ ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടെയും ഫൈ 2 ആണ്, ഇവിടെയും ഫൈ 2 ആണ്. അങ്ങനെ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? സോ സിമ്പിൾ. എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? ഇവിടെയാണെങ്കിൽ m2i ഇൻറ്റു i1 വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഫൈ 2ന് പകരം പറയാം, ഇത്രയും പറഞ്ഞുകൂടെ, ഇതും ഫൈ 2 ആണ്, ഇതും ഫൈ 2 ആണ്. സോ എന്ത് ചെയ്യും? നമ്മൾ RHSനെ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ശരിയാണോ? ഫ്രം ഇക്വേഷൻ 1 and 2 നമ്മൾ എന്ത് ചെയ്യും? ആ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ എഴുതും? μ0 എന്ന് എഴുതും. n1 n2 പിന്നെന്തുണ്ട്? a2 പിന്നെ ആരുണ്ട്? i1 ഡിവൈഡ് ബൈ എൽ എന്നുണ്ട്. സോ n2 എഴുതിയിട്ടുണ്ട്, μ0 എഴുതിയിട്ടുണ്ട്, n1 എഴുതിയിട്ടുണ്ട്, i1 എഴുതിയിട്ടുണ്ട്, a2 എഴുതിയിട്ടുണ്ട്, ഡിവൈഡ് ബൈ എൽ. ഇനിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ i1നെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് കിട്ടും? മാഗ്നറ്റിക് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ കിട്ടും. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വിച്ച് ഈസ് ഈക്വൽ ടു μ0 n1 n2 a2 ഡിവൈഡ് ബൈ എൽ. നമുക്ക് ഈ ഇക്വേഷനെ പല രീതിയിലും മോഡിഫൈ ചെയ്യാം. ഈ ഇക്വേഷനെ നമുക്ക് ഇഷ്ടം അനുസരിച്ച് പല രീതിയിലും മോഡിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാർ ഏതൊക്കെ രീതിയിലാണ് മോഡിഫൈ ചെയ്യുന്നത്? കാണിച്ചു തരാം മക്കളെ. സോ μ0 n1 n2 a2 ഡിവൈഡ് ബൈ എൽ. ഈ ഇക്വേഷൻ നമുക്ക് പല രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പോവാണ്. നമുക്ക് ആ മോഡിഫിക്കേഷൻ കേൾക്കാം. സോ ഒന്നാമത്തെ മോഡിഫിക്കേഷനാണ്, ശ്രദ്ധിച്ചിരിക്കണേ മക്കളെ. ഈ ഇക്വേഷൻ്റെ ആണെങ്കിൽ ഞാൻ മുകളിലും താഴെയും എന്ത് ചെയ്യാൻ പോവാണ്? ഒരു എല്ല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ മുകളിലും എല്ല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെയും എല്ല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് കിട്ടും m2i വിച്ച് ഈസ് ഈക്വൽ ടു μ0 അതുപോലെ എഴുതി, താഴെ എല്ലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? n1 ഡിവൈഡ് ബൈ എൽ. താഴെ അടുത്ത എല്ലുണ്ട്, 2 എല്ല് താഴെ ഉണ്ട് അല്ലേ? n2 ഡിവൈഡ് ബൈ എൽ. ഇനി a2. സോ മുകളിൽ താഴെയാണെങ്കിൽ ഒരു എല്ല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മുകളിൽ എന്ത് ചെയ്യണം? ഒരു എല്ല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ഇതെന്താടാ മക്കളെ? ഇത് μ0 ഇതെന്താണ്? n1 സ്മോൾ n1 ഇതെന്താണ്? സ്മോൾ n2. ഈ ഏരിയ ഇൻറ്റു ലെങ്ത് എന്താണ്? ഇതിൻ്റെ ഏരിയ ഇൻറ്റു ലെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കിട്ടത്തില്ലേടാ? ഏരിയ ഇൻറ്റു ലെങ്ത് എന്താണ്? വോളിയം. സോ ഇതെന്താണിത്? വോളിയം. സോ എന്ത് കിട്ടും? വോളിയം എന്ന് കിട്ടും. സോ ഇങ്ങനെയും കിട്ടും μ0 n1 n2 ഇൻറ്റു വോളിയം. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മാറ്റാം. ഒരു പക്ഷേ ആണെങ്കിൽ ഇതിൻ്റെ ഏരിയയുടെ വാല്യൂ തരത്തിലെ ക്വസ്റ്റ്യനിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? πr2² എന്ന് പറഞ്ഞ് ആരെ കണ്ടുപിടിക്കാം? ഏരിയയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ശരിയാണോ? അപ്പോൾ ക്വസ്റ്റ്യനിൽ പല രീതിയിൽ മോഡിഫൈ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനിലേക്ക് എത്തിച്ചേരാം. ഇനി പറയുകയാണ്, ഒരു പക്ഷേ ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇവിടെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു വരി പറയാം. ഓക്കെ, ഇവിടെ തന്നെ പറയാം. ഇവിടെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാം. ഈ ഒരു കോയിലാണെങ്കിൽ നമ്മൾ സോഫ്റ്റ് ആൻഡ് അകത്തേക്ക് കയറ്റി. സോഫ്റ്റ് ആൻഡ് ആണെങ്കിൽ എയർ ആണോ ഇരിക്കുന്നത്? ഇതിൻ്റെ അകത്ത് കോയിലിനകത്ത് എയർ ആണോ ഉള്ളത്? അല്ല, കോയിലിനകത്ത് സോഫ്റ്റ് ആണെന്ന് ഇരിക്കും. കോയിലിൻ്റെ അകത്ത് സോഫ്റ്റ് ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? നിങ്ങൾ പറയണം, സർ m2i വിച്ച് ഈസ് ഈക്വൽ ടു μ0യ്ക്ക് പകരം μ എന്ന് പറയേണ്ടി വരും. സോഫ്റ്റ് ആണെങ്കിൽ എന്താണ്? വേറെ മെറ്റീരിയലാണ്. സോ μ0 എയർ അല്ല ഇപ്പോൾ ഇരിക്കുന്നത്. കോയിലിൻ്റെ ഉള്ളിലിരിക്കുന്നത് എന്താണ്? 2 കോയിലിൻ്റെയും ഉള്ളിലിരിക്കുന്നത് ആ സോഫ്റ്റ് ആണെങ്കിൽ നമ്മൾ μ എന്ന് പറയേണ്ടി വരും. μ n1 n2 a2 ഡിവൈഡ് ബൈ എൽ എന്ന് പറയേണ്ടി വരും. എന്താ ഈ μ എന്ന് പറയുന്നത്? μ എന്ന് പറഞ്ഞാൽ μ0 μr ആണ്. അങ്ങനെയും പറയാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയൊക്കെ മാറാം? μ0 μr n1 n2 a2 ഡിവൈഡ് ബൈ എൽ എന്ന് പറയേണ്ടി വരും. ഓക്കെ ആണോ? സോ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷനെ മോഡിഫൈ ചെയ്യാം. നമ്മുടെ അടുത്ത എക്സ്പ്രഷനാണ് സെൽഫ് ഇൻഡക്റ്റൻസിനെ എന്ത് ചെയ്യണം? ഉണ്ടാക്കിയെടുക്കണം, ഡിറൈവ് ചെയ്യണം. സെൽഫ് ഇൻഡക്റ്റൻസ് അതായത് എല്ലിനെ ഉണ്ടാക്കിയെടുക്കണം. സോ സിമ്പിൾ. നമുക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓൾറെഡി ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ ഒരൊറ്റ കോയിലേ ഉള്ളൂ. അതിലൂടെ ഞാൻ I എന്ന കറണ്ടിനെ കൊടുത്തയക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ടും ഇവിടെയാണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. ഈ മാഗ്നറ്റിക് ഫീൽഡാണ് ബിൻ്റെ വാല്യൂ എത്രയാണ്? നിങ്ങൾ പറയും സാർ μ0 ni ആണ്. അല്ലെങ്കിൽ പറയാം, ഇങ്ങനെയും പറയാം, μ0 ക്യാപിറ്റൽ Ni ഡിവൈഡ് ബൈ എൽ ആണ്. എൽ എന്താണ്? ഇതിൻ്റെ ലെങ്ത് ആണ്. ഓക്കെ മക്കളെ, സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. ഇനിയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ആരെ കട്ട് ചെയ്യും? നമ്മുടെ ആണെങ്കിൽ ഇവിടെ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അതുകൊണ്ട് ആരെ കട്ട് ചെയ്യും? ഈ കോയിലിനെ തന്നെ കട്ട് ചെയ്യും. അതിൻ്റെ ഫലമായി ഫ്ലെക്സ് ഉണ്ടാവും. ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും മക്കളെ? ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു NBA ആയിരിക്കും. ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു NBA ആയിരിക്കും.
ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. നമ്മൾ ഇനിയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ആരെ കണ്ടുപിടിക്കാൻ പോവാണ്? സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാൻ പോവാണ്. നോക്കടാ, സിമ്പിൾ കാര്യം. ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് ഇങ്ങനെ പറയാൻ കഴിയും. ഇത് എഴുതിയാൽ അത്രയും ഭംഗി, ഇത് എഴുതി അത്രയും കാര്യം നമുക്ക് മനസ്സിലായെന്നാണ്. ഡിറൈവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഞാൻ എന്തായാലും എഴുതി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെൽഫ് ഇൻഡക്ഷനെ കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താടാ? phi which is equal to a constant into I. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ്. ഇനി phi which is equal, നമുക്ക് അറിയാം, അടുത്ത ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ? എന്താണ്? phi which is equal to n b a എന്നറിയാം. സോ phi which is equal to, ഇതൊരു ഇക്വേഷൻ ആണ്. അടുത്ത സെക്ഷനിലേക്ക് വരാൻ പോവാണ്. സോ ഈ ഇക്വേഷൻ കഴിഞ്ഞു, ഇനി അടുത്ത സെക്ഷനിലേക്ക് വരാൻ പോവാണ്. സോ n ഞാൻ അതുപോലെ എഴുതി, ബിക്ക് പകരം പറഞ്ഞു. ബിക്ക് പകരം എന്ത് പറയാമടാ? ഇത്രയും കാര്യം പറയാം, ശരിയാണോ? ബി വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാം μ0 ni ഡിവൈഡ് ബൈ എൽ എന്ന് പറയാം. ഇനി ആരുണ്ട്? ഏരിയ. ഇക്വേഷൻ നമ്പർ 2. സോ രണ്ടിടത്തും 5 തന്നെയാണ്. സോ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 വിച്ച് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 അല്ലേടാ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? RHSനെ കമ്പയർ ചെയ്യാം. സോ എൽ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് ഈക്വൽ ആണ്? നിങ്ങൾ പറയും സാർ μ0, ഇവിടെ 2 n ഉണ്ട്, സോ n സ്ക്വയർ, ഏരിയ ഉണ്ട്, ഐ ഉണ്ട്, ഡിവൈഡ് ബൈ എൽ. മക്കളെ, ഇവിടെയാണെങ്കിൽ നമുക്ക് ഐയും ക്യാൻസൽ ചെയ്ത് കൂടെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൽ വിച്ച് ഈസ് ഈക്വൽ ടു μ0 n സ്ക്വയർ എ ഡിവൈഡ് ബൈ എൽ എന്ന് കിട്ടും. സോ സിമ്പിൾ. നമ്മൾ ആരെ കണ്ടെത്തി? സെൽഫ് ഇൻഡക്റ്റൻസിന്റെ എക്സ്പ്രഷൻ കണ്ടെത്തി. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. ഇതിനേക്കാൾ സിമ്പിൾ ഉണ്ടോ? ഇല്ല. ശരി, ഇനി നോക്കണം. ഇനിയാണെങ്കിൽ നമുക്കിത് മോഡിഫൈ ചെയ്യാം. എങ്ങനെ മോഡിഫൈ ചെയ്യാം? നമുക്ക് താഴെയും മുകളിലും ഒരു ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ. മോഡിഫിക്കേഷൻ. ഇക്വേഷനെ ആണെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്യണം. മക്കളെ, ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വിശദമായിട്ട്, അതായത് ഇൻസിആർ ടെക്സ്റ്റിൽ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ അത്രയും ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മുടെ ആപ്പിലാണെങ്കിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിലാണെങ്കിൽ, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലാണെങ്കിൽ നമ്പർ കാണും, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ആപ്പിൽ ടെല്ല ക്ലാസ്സസ് എന്ന് പറഞ്ഞ ആപ്പ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും, ആപ്പ് സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. അതിനുശേഷമാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് CBSE Pro എന്നോ അല്ലെങ്കിൽ +1 എന്നോ, +1 +2 ക്ലാസ്സസ് ഉണ്ട്, അവിടെ കയറുക, കോഴ്സസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇതെല്ലാം, ഈ പറയുന്ന എല്ലാം ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട്, ഏറ്റവും സിമ്പിളായിട്ടാണെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എത്തിക്കാൻ കഴിയും. ഓക്കെ, ശരി, നമുക്ക് അധികം സമയം കളയണ്ട, മുന്നോട്ട് പോകാം. ഇവിടെ മോഡിഫിക്കേഷൻ എന്താണ്? ഞാൻ മുകളിലും താഴെയും ഒരു ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ എന്ത് കിട്ടും? ഇവിടെയാണ് ഇങ്ങനെ കിട്ടും. എൽ വിച്ച് ഈസ് ഈക്വൽ ടു μ0 n സ്ക്വയർ എ. മുകളിൽ ഒരു എല്ല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഒരു എല്ല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പം എൽ സ്ക്വയർ എന്ന് വന്നു. സോ അതായത് നമുക്ക് ഇങ്ങനെ കിട്ടി μ0, ഇവിടെ എൽ ഡിവൈഡ് ബൈ n ഡിവൈഡ് ബൈ എൽ. മക്കളെ, n ബൈ എൽ എന്താടാ? സ്മോൾ n ആണ്. സോ സ്ക്വയർ എടുക്കുമ്പോൾ n സ്ക്വയർ എന്ന് പറയും. ഇനി ഏരിയ ഇൻറ്റു ലെങ്ത്, അതെന്താണ്? വോളിയം ആണ്, വോളിയം. സോ ഏരിയ ഇൻറ്റു ലെങ്തിന് പകരം നമുക്ക് എന്ത് പറയാം? വോളിയം, വോളിയം എന്ന് പറയാം. ഓക്കെ ആണോ? സോ നമുക്ക് ഇങ്ങനെയും ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് πr² ആണ്. ഏരിയ എന്താണ്? πr² ആണ്. സോ ക്വസ്റ്റ്യനിൽ തരുന്ന വാല്യൂസ് അനുസരിച്ച് നമുക്ക് ഇക്വേഷനെ മോഡിഫൈ ചെയ്യാനും അറിഞ്ഞിരിക്കണം. ഓക്കെ ആണോ? ഇനി നിങ്ങൾ നോക്കണം, ഇവിടെ ഒന്നും ആരില്ല, കറണ്ട് ഇല്ല. ഇക്വേഷൻ കറണ്ട് ഉണ്ടോടാ? ഇല്ല. അതായത് കറണ്ടിന്റെ വാല്യൂ കൂടുന്നതനുസരിച്ചോ കുറയുന്നതനുസരിച്ചോ ആർക്കും മാറ്റം ഉണ്ടാവുകയില്ല. കോഎഫിഷ്യന്റ് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസിനോ മ്യൂച്വൽ ഇൻഡക്റ്റൻസിനോ മാറ്റം ഉണ്ടാവുകയില്ല. സോ കറണ്ട് കൂടിയാലോ കുറഞ്ഞാലോ, വോൾട്ടേജ് കൂടിയാലോ കുറഞ്ഞാലോ ആർക്കും മാറ്റം ഉണ്ടാവുകയില്ല, സെൽഫ് ഇൻഡക്റ്റൻസിന് മാറ്റം ഉണ്ടാവുകയില്ല. ഓക്കെ ആണോ? നമുക്ക് ഇനി എനർജി സ്റ്റോർഡ് ഇൻഡക്ടറിന്റെ എക്സ്പ്രഷനിലേക്ക് നോക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഇൻഡക്ടർ ശേഖരിക്കുന്ന എനർജി, ഇൻഡക്ടറിൽ എന്ത് ചെയ്യും? മാഗ്നറ്റിക് എനർജി, മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ സ്റ്റോർ എന്ന് പഠിച്ചായിരുന്നു. ഈ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം പവർ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ് പവർ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം വർക്ക് ഡിവൈഡ് ബൈ ടൈം ആണ്, എനർജി ഡിവൈഡ് ബൈ ടൈം ആണ് അല്ലേ? വർക്ക് അല്ലെങ്കിൽ എനർജി ഡിവൈഡ് ബൈ ടൈം ആണ്. പവറിന്റെ ഇക്വേഷൻ എന്താണ്? ഇലക്ട്രിക് പവറിന്റെ ഇക്വേഷൻ ആണ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഇവിടെയാണെങ്കിൽ ഇൻഡക്ടറിൽ വോൾട്ടേജ് അല്ലെങ്കിൽ EMF ഉണ്ടാവത്തില്ലേ? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവത്തില്ലേ? മക്കളെ, ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ എന്താടാ? ഇൻഡ്യൂസ്ഡ് EMF which is equal to -L di/dt ആണ്. ഓർമ്മയുണ്ടോ? ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. സെൽഫ് ഇൻഡക്ഷനിൽ
ഉണ്ടാവുന്ന ഇതിനകത്തുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ഇ വിച്ച് ഈസ് ഈക്വൽ ടു -LdI/dt. ഇതിൻ്റെ മീനിങ് എന്താണ്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൽ ഓൾവേസ് ഒപ്പോസസ് ദ ചേഞ്ച് ഇൻ കറണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്ത് ചെയ്യും? ഒരു കോയിലാണെങ്കിൽ റൈസ് ചെയ്യുന്ന കറണ്ടിനെ എന്ത് ചെയ്യും? ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഒപ്പോസ് ചെയ്യും. സോ അങ്ങനെയെങ്കിൽ ഇതിനകത്തുള്ള പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് വോൾട്ടേജിന് പകരം പറയാം ഇ എം എഫ് എന്ന് പറയാം, ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് എന്ന് പറയാം. അങ്ങനെയും പറഞ്ഞുകൂടെ? ഇ എം എഫ് ഇൻറ്റു കറണ്ട് എന്ന് പറയാം. ശരി. സോ അങ്ങനെയെങ്കിൽ ഞാൻ പറയുകയാണ് പവർ അല്ലെങ്കിൽ എനർജി ഡിവൈഡ് ബൈ ടൈം അല്ലെങ്കിൽ വർക്ക് ഡിവൈഡ് ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് പകരം നമുക്ക് എന്ത് പറയാം? -L ഇൻറ്റു DI/dt എന്ന് പറയാം. ഇവിടെയാണെങ്കിൽ ഈ മൈനസ് സൈൻ എന്ന് പറഞ്ഞാൽ എനർജി എന്ന് പറഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സോ നമുക്ക് മൈനസ് സൈന് വലിയ കാര്യമായ റോളൊന്നും ഇതിനകത്തില്ല. കാര്യം എന്താണ്? ഇത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വർക്ക് എന്ന് പറയുന്നതും അതുപോലെയാണെങ്കിൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. സോ മൈനസ് സൈന് കാര്യമായ റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഡയറക്ഷന് കാര്യമായ റോളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം എഫ് ആണ്. ഇത് ഇ എം എഫ് ആണ്. ഇനി ആരുണ്ട്? കറണ്ട് ഉണ്ട് ഇൻറ്റു കറണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഡിറ്റിയും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് കിട്ടും വർക്ക്, ചെറിയ വർക്ക് വിച്ച് ഈസ് ഈക്വൽ ടു LI/DI. സോ വലിയ വർക്ക് കണ്ടുപിടിക്കണം നമുക്ക് എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആരാണ് ഇവിടെ ചെറുതായിട്ട് വരുന്നത്? ആരാണ് ചേഞ്ച് ചെയ്യുന്നത്? കറണ്ടാണ്. 0ൽ നിന്നും I വരെ കറണ്ടാണ് റൈസ് ചെയ്യുന്നത്. സോ 0 to I എന്ന് പറയുന്നത് എന്താണ്? ആദ്യം കറണ്ടിൻ്റെ വാല്യൂ 0 ആയിരുന്നു. പിന്നെ കറണ്ട് കൂടി I വരെ കൂടുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. ശരിയാണോ? ശരി. കറണ്ടിൻ്റെ റൈസ് മൂലമാണ് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇ എം എഫിനെതിരെ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. സോ 0 to I. ഇനി LI/DI. ഇവിടെ കോൺസ്റ്റൻ്റ് ആരാണ്? L ആണ്. നമുക്ക് എല്ലിനെ പുറത്തെടുക്കാം. എല്ലിനെ പുറത്തെടുക്കുമ്പം ഇൻ്റഗ്രൽ 0 to I/DI എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു L അതുപോലെ എഴുതാം. ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. എങ്ങനെ എഴുതും? I² പവറിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യണം. അതേ പവർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇത് മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് കൊടുത്തു നോക്കാം. അതിൻ്റെ ആവശ്യമില്ല. കാരണം 0 to I ആണെങ്കിൽ സെയിം വാല്യൂ മാത്രമേ കിട്ടുകയുള്ളൂ. സോ അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടി വിച്ച് ഈസ് ഈക്വൽ ടു ½ LI². സിമ്പിളായിട്ട് നമുക്ക് ആരെ കണ്ടുപിടിച്ചു? എനർജി സ്റ്റോർഡ് ആൻ ഇൻഡക്ടറിൻ്റെ വാല്യൂ എത്രയാണ്? എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക്? എനർജി നമുക്ക് U എന്ന് പറയാം. എനർജി സ്റ്റോർഡ് ആൻ ഇൻഡക്ടർ വിച്ച് ഈസ് ഈക്വൽ ടു ½ LI² എന്ന് കിട്ടി. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും കറണ്ടിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ആര് കൂടിക്കൊണ്ടിരിക്കും? എനർജി കൂടിക്കൊണ്ടിരിക്കും. സോ കൂടുതൽ കറണ്ടാണ് കടത്തിവിടുന്നതെങ്കിൽ കൂടുതൽ എനർജി ഉണ്ടാവും. ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. സോ ഇവിടെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ കറണ്ട് അതുപോലെ കറണ്ട് പൊട്ടൻഷ്യൽ എനർജി ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി കറണ്ട് തിരിച്ച് വരയ്ക്കാം. പൊട്ടൻഷ്യൽ എനർജി മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ എനർജി അതുപോലെയാണെങ്കിൽ കറണ്ട് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി എക്സ്പോണൻഷ്യൽ ഇങ്ങനെ എന്ത് ചെയ്യും? റൈസ് ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായോ? സോ സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ.